ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമുക്ക് ഇന്ന് ഒരു പായസം വെക്കാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു പായസം. അതൊരു കൂവ പായസമാണ്. തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ട് കഴിക്കുന്ന അതേ കൂവപ്പായസം. അത് നല്ല കൂവപ്പൊടിയാണ്. അതുകൊണ്ട് കൂവപ്പൊടിക്ക് പോലും കളർ വ്യത്യാസമുള്ളതൊക്കെയുണ്ട്. അതിൽ ഏറ്റവും നല്ല ആരോ റൂട്ടെന്ന് പറയുന്നത് ഈ ചെറിയ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കൂവ പറിച്ച് ഒരച്ച് അല്ലെങ്കിൽ അരച്ച് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് കഷ്ടിച്ച് ഒരു കപ്പ് കണ്ടേക്കും. ഒരു കപ്പ് തന്നെ ഇല്ല, ഇത് തന്നെ ചിലപ്പോൾ ഞാൻ മുഴുവൻ ഇട്ടെന്ന് വരികയില്ല, കുറച്ച് മതി. നല്ലപോലെ പൊലിക്കും ഇത്. ഉരുളിയൊക്കെ ചൂടായി. ആദ്യം വേണ്ടത് ശകലം നെയ്യ് പുരട്ടണം. ഈ ഉരുളിയിൽ നല്ലപോലെ നെയ്യ് പുരട്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പൂവയൊന്ന് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഒരു വിധം കലങ്ങി ഇനി അങ്ങ് ഒഴിക്കാം. നല്ല പോലെ ഇളക്കുക. ഒരു സെക്കൻഡ് പോലും കൈവിടാതിരിക്കരുത്. കാരണം തീർച്ചയായിട്ടും ഇത് അടി പിടിക്കാൻ വളരെ വളരെ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും നമ്മൾ കൈ വിടാൻ പാടില്ല. ഇവിടെ ഇളകുമ്പോൾ അവിടെ അടി പിടിക്കും. അങ്ങനത്തെ സംഗതിയാണ് ഈ കൂവ. തീപ്പഴ കൂട്ടിയത്. ഈ വെള്ളം ഒന്ന് കുറച്ച് വറ്റണം. ഇത് കൈവിടാതെ ഇളക്കുകയും വേണം. ശർക്കര കല്ലുള്ള ശർക്കരയൊന്നും അല്ല, ഒരു കേടുമില്ലാത്ത ശർക്കരയായതുകൊണ്ട് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ ഈ ശർക്കര നിങ്ങളെ ഉപയോഗിച്ച് കാണിച്ചിട്ടുമുണ്ട്. ഇനി നമ്മളിത് കൈവിടാതെ ഇളക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് കുറുകി പെട്ടെന്ന് കുറുകും. ആ കണക്കിനൊക്കെ നമ്മൾ ശർക്കര വെള്ളവും വെറും വെള്ളവും ഒക്കെ അഴിച്ചു കൊടുത്തുകൊണ്ട് ഒട്ടും പോലും കട്ട പിടിച്ചിട്ടില്ല, അടി പോയിട്ടില്ല, അടി പിടിച്ചിട്ടില്ല. ഇനി ഇതിലോട്ട് നമ്മൾ ഇടേണ്ടത് ഏത്തപ്പഴം കുനുകുന അരിഞ്ഞത്. ഏത്തപ്പഴം ഇല്ലെങ്കിൽ ഞാലിപ്പൂവനോ പൂവനോ ഒക്കെ കുനുകുന അരിഞ്ഞിട്ട് അതും തേങ്ങായും കുറച്ച് നെയ്യും കൂടി ഒഴിക്കും. ഇത് നാളത്തേക്ക് അലുവ പോലെ ഇരിക്കും കേട്ടോ. ലൂസ് അലുവ. ഇനി നമുക്ക് സമാധാനമുണ്ട്. തീ കെടുത്തി ഒന്നും അടി പിടിക്കാൻ ഒന്നും പോവുകയില്ല. പാകമായി കണ്ടോ. തേങ്ങ, ഒരു നുള്ളുപ്പ്, പഴവും കൂടി ഇടുന്നു. ഇത് ഞാലിപ്പൂവൻ പഴമാണ്. ഇതിനൊന്നും കൃത്യമായ അളവൊന്നുമില്ല, ഒന്ന് കടിക്കാൻ. നമ്മുടെ തിരുവാതിരയുടെ കൂവപ്പായസം റെഡി. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോൾ വേണേലും ആർക്ക് വേണേലും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാക്കുക, ആസ്വദിക്കുക. നന്ദി, നമസ്കാരം.